Next question. Your project has all its compute engine resources in the Europe West 1 region. You want to set Europe West 1 as the default region for G-Cloud commands. What should you do? Okay, ഇതും ഒരു കമാൻഡ് റിലേറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഏത് കമാൻഡ് യൂസ് ചെയ്താലാണ് നമുക്ക് ഈ ഒരു യൂറോപ്പ് വെസ്റ്റ് 1 എന്നുള്ള റീജിയനെ നമ്മൾക്ക് നമ്മുടെ ഡീഫോൾട്ട് റീജിയനായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുക. അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് G-Cloud config set compute / റീജിയൻ്റെ നെയിം. ആ ഒരു കമാൻഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഈ ഒരു പറഞ്ഞ റീജിയനെ നമുക്ക് ഡീഫോൾട്ടായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം G-Cloud config സെറ്റ് G-Cloud config സെറ്റ് കഴിഞ്ഞിട്ട് പിന്നെ compute / റീജിയൻ്റെ നെയിം. അടുത്ത ക്വസ്റ്റ്യൻ. യു ഡെവലപ്ഡ് എ ന്യൂ ആപ്ലിക്കേഷൻ ഫോർ ആപ്പ് എൻജിൻ. ആപ്പ് എൻജിന് വേണ്ടിയിട്ട് നമ്മളൊരു ആപ്ലിക്കേഷൻ ആപ്പ് എൻജിനിൽ നമ്മൾ ഡെവലപ്പ് ചെയ്തു. ആൻഡ് റെഡി ടു ഡിപ്ലോയ് ഇറ്റ് ടു പ്രൊഡക്ഷൻ. യു നീഡ് ടു എസ്റ്റിമേറ്റ് the cost of running your application on GCP as accurately as possible. What should you do? Okay, ഇത് നമ്മൾക്ക് പ്രൊഡക്ഷനിൽ നമ്മളുടെ ഒരു ആപ്ലിക്കേഷൻ ഡിപ്ലോയ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര രൂപ എസ്റ്റിമേറ്റ് ആവും? കോസ്റ്റ് എസ്റ്റിമേഷന് വേണ്ടിയിട്ടുള്ളതാണ്. അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് യൂസ് പ്രൈസിങ് കാൽക്കുലേറ്റർ ഫോർ ആപ്പ് എൻജിൻ. ആപ്പ് എൻജിന് വേണ്ടിയിട്ട് പ്രൈസിങ് കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം എത്ര രൂപയാകും എന്നുള്ളതിനൊരു കാൽക്കുലേഷൻ കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ. യുവർ കമ്പനി പ്രോസസ്സസ് ഹൈ വോളിയം IoT data that are time stamped. The total data volume can be several petabytes. The data need to be written and changed at high speed. You want to use the most performant cloud storage option for your data. Which product should you use? Okay, അപ്പോൾ ഇതിനകത്ത് തന്നെ നമുക്ക് കുറച്ച് ടേംസ് ഉണ്ട്. സെവറൽ പെറ്റാബൈറ്റ്സ് ആണ് ഡേറ്റ. ഹൈ വോളിയം ഓഫ് IoT ഡേറ്റേനെയാണ് പ്രോസസ്സ് ചെയ്യേണ്ടത്. പിന്നെ ഡേറ്റ നീഡ് ടു ബി റിട്ടൺ ആൻഡ് ചേഞ്ച് അറ്റ് ഹൈ സ്പീഡ്. ഈ കുറച്ച് ടേംസ് ഒക്കെ കിട്ടുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് ബിഗ് ടേബിൾ റിലേറ്റഡ് ആണ്. അപ്പോൾ അതിൻ്റെ ആൻസർ ക്ലൗഡ് ബിഗ് ടേബിൾ ആണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Your application has a large international audience and runs stateless virtual machines in a managed instance group across multiple locations. One feature of the application lets users upload files and share them with other users. File must be available for 30 days. After that, they are removed from the system entirely. Which storage solution should you choose? Okay, ഇതിൽ നമ്മൾ സ്റ്റോറേജ് സൊല്യൂഷനാണ് ചോദിച്ചിരിക്കുന്നത്. ഏത് സ്റ്റോറേജ്? അപ്പം 30 ഡേയ്സ് അവൈലബിൾ ആയിരിക്കണം. അത് കഴിഞ്ഞാൽ ഫുള്ള് റിമൂവ് ചെയ്യാൻ പറ്റും. പിന്നെ പറഞ്ഞിരിക്കുന്നത് ഇൻ്റർനാഷണൽ ഓഡിയൻസ് വേണ്ടതാണ്. പിന്നെ മൾട്ടിപ്പിൾ ലൊക്കേഷൻസ് വേണം. അങ്ങനെ കുറച്ച് ടേംസ് പറഞ്ഞിട്ടുണ്ട്. അന്നേരം നമ്മൾക്ക് അത് വെച്ചിട്ട് ആൻസർ എന്ന് പറയുന്നത് മൾട്ടി റീജിയണൽ ക്ലൗഡ് സ്റ്റോറേജ് ബക്കറ്റാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൾട്ടി റീജിയണൽ എന്ന് പറഞ്ഞാൽ പല റീജിയൻസ് നമുക്ക് സെലക്ട് ചെയ്യാം. പിന്നെ അതുപോലെ ക്ലൗഡ് സ്റ്റോറേജ് ആകുമ്പം നമുക്ക് ലൈഫ് സൈക്കിൾ നമ്മൾക്ക് ഇങ്ങനെ 30 ഡേയ്സ് കഴിഞ്ഞാൽ എല്ലാം ഡിലീറ്റ് ചെയ്യണം. ആ രീതിയിലുള്ള ലൈഫ് സൈക്കിൾസ് ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ മൾട്ടി റീജിയണൽ ക്ലൗഡ് സ്റ്റോറേജ് ബക്കറ്റ് സെലക്ട് ചെയ്യാൻ പറ്റുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. യു ഹാവ് എ ഡെഫിനിഷൻ ഫോർ ആൻ ഇൻസ്റ്റൻസ് ടെംപ്ലേറ്റ് ദാറ്റ് കണ്ടെയ്ൻസ് എ വെബ് ആപ്ലിക്കേഷൻ. യു ആർ ആസ്ക്ഡ് ടു ഡിപ്ലോയ് ദ ആപ്ലിക്കേഷൻ സോ ദാറ്റ് ഇറ്റ് ക്യാൻ സ്കെയിൽ ബേസ്ഡ് ഓൺ ദ HTTP ട്രാഫിക് ഇറ്റ് റിസീവ്സ്. വാട്ട് ഷുഡ് യു ഡു? ഓക്കെ, ഇതിലും ഇൻസ്റ്റൻസ് ടെംപ്ലേറ്റ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മാനേജ്ഡ് ഇൻസ്റ്റൻസ് ഗ്രൂപ്പ് വേണം. അപ്പോൾ ഇതിൻ്റെ ആൻസർ ക്രിയേറ്റ് എ മാനേജ്ഡ് ഇൻസ്റ്റൻസ് ഗ്രൂപ്പ് ബേസ്ഡ് ഓൺ ദ ഇൻസ്റ്റൻസ് ടെംപ്ലേറ്റ്. എന്നിട്ട് കോൺഫിഗർ ഓട്ടോ സ്കെയിലിംഗ് ബേസ്ഡ് ഓൺ HTTP ട്രാഫിക് ആൻഡ്
Configure instance group as the backend service of an HTTP load balancer. അതാണ് അതിൻ്റെ ആൻസർ. You are creating a Kubernetes engine to deploy multiple pods inside the cluster. All container logs must be stored in BigQuery for later analysis. You want to follow Google recommended practices. Which two options can you take? അന്നേരം ഒന്നാമത്തത് എന്ന് പറയുന്നത്, അപ്പം നമുക്ക് എന്താ വേണ്ടത്, നമുക്ക് ലോഗ്സ് ജനറേറ്റ് ചെയ്യണം. മാത്രമല്ല ഈ ലോഗ്സിനെ നമുക്ക് BigQueryയിൽ ഇട്ടിട്ട് അനലൈസ് ചെയ്യുകയും വേണം. അന്നേരം അതിനുവേണ്ടി ചെയ്യേണ്ടത് ടേൺ ഓൺ സ്റ്റാക്ക് ഡ്രൈവർ ലോഗിങ് ഡ്യൂറിങ് Kubernetes engine cluster creation. Stack driver logging turn on ചെയ്യണം. പിന്നെ സെക്കൻഡ്, use the stack driver logging export to create a sync to BigQuery. Specify a filter expression to export log records related to your Kubernetes engine cluster only. അപ്പോൾ നമുക്ക് സ്റ്റാക്ക് ഡ്രൈവർ ലോഗിങ്ങും ടേൺ ഓൺ ചെയ്യണം. പിന്നെ ഇത് BigQueryയിലോട്ട് സിങ്ക് ചെയ്യാനുള്ള ഓപ്ഷൻസും ചെയ്യണം. അന്നേരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു Kubernetes എഞ്ചിൻ്റെ ലോഗ്സ് BigQueryയിൽ വെച്ചിട്ട് നമുക്ക് അനലൈസ് ചെയ്യാനും പറ്റും. You need to create a new Kubernetes cluster on GCP that can auto scale the number of worker nodes. What should you do? അതിന് വേണ്ടിയിട്ട് create a cluster on Kubernetes engine and enable auto scaling on Kubernetes engine. Okay. You have an application server running on Compute Engine in the Europe West 1D zone. You need to ensure high availability and replicate the same server to the Europe West 2C zone using the fewest steps possible. What should you do? എന്താ ചെയ്യേണ്ടത്, create a snapshot from the disk. Create a disk from the snapshot in the Europe West 2C zone. Create a new VM with that disk. That's the answer. Next question. Your company has a mission critical application that serves users globally. You need to select transactional relational data storage system for this application. Which two products should you consider? Okay, ഇതിപ്പോൾ നമ്മുടെ ഡേറ്റാബേസിൽ നിന്നാണ് വരുന്നത്. ഇതിനകത്ത് നമുക്ക് ക്വസ്റ്റിനകത്ത് പറയുന്നുണ്ട് ട്രാൻസാക്ഷണലും റിലേഷണൽ ഡേറ്റ സ്റ്റോറേജ് ആണ് വേണ്ടത്. അപ്പോൾ ആ രണ്ട് ടേംസാണ് നമ്മളിവിടെ മെയിൻലി ശ്രദ്ധിക്കേണ്ടത്. റിലേഷണൽ ഡേറ്റാബേസ് SQLും ക്ലൗഡ് SQL ക്ലൗഡ് സ്പാനറൊക്കെയാണ് റിലേഷണൽ ഡേറ്റാബേസിൽ വരുന്നത്. നമുക്കത് സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഓപ്ഷൻസിനകത്ത് SQL റിലേഷണൽ ആയിട്ടുള്ളതും NoSQL ആയിട്ടുള്ളതും എല്ലാം കാണിത്തരും. നമ്മൾ അറിഞ്ഞിരിക്കണം ഏതൊക്കെയാണ് റിലേഷണൽ ഡേറ്റാബേസസ്, ഏതൊക്കെയാണ് അല്ലാത്തതെന്ന്. അപ്പോൾ അങ്ങനെ അറിഞ്ഞിരുന്നാൽ നമുക്ക് കറക്റ്റായിട്ട് ഈ ഒരു ടേം വെച്ചിട്ട് തന്നെ നമുക്ക് ആൻസർ ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാം. റിലേഷണലിന് ഇവിടെ വരുന്നതുകൊണ്ട് നമുക്ക് ക്ലൗഡ് SQLും ക്ലൗഡ് സ്പാനറും സെലക്ട് ചെയ്യാം. കാരണം ഇത് രണ്ടുമാണ് റിലേഷണൽ ആൻഡ് ട്രാൻസാക്ഷണൽ ഡേറ്റാബേസ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. You have a Kubernetes cluster with one node pool. The cluster receives a lot of traffic and need to grow. You decide to add a node. What should you do? Okay. അപ്പോൾ നമ്മൾ ഇവിടെ എന്താണ്, നമുക്ക് ഇൻക്രീസ് ചെയ്യണം സൈസ്. അതിന് വേണ്ടിയിട്ട് gcloud container clusters resize എന്നുള്ള എത്ര നമ്പർ ഓഫ് നോഡ്സ് വേണം എന്നുള്ള ഒരു കമാൻഡ് വെച്ചിട്ട് ഈ കമാൻഡ് യൂസ് ചെയ്യാവുന്നതാണ്. gcloud container clusters resize എന്നുള്ള കമാൻഡ് യൂസ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. You created an update for your application on App Engine. You want to deploy the update without impacting your users. You want to be able to roll back as quickly as possible if it falls. What should you do? Okay, അപ്പോൾ നമ്മളൊരു ആപ്ലിക്കേഷൻ ഇപ്പോൾ പ്രൊഡക്ഷനിലും എല്ലാ യൂസേഴ്സും യൂസ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഡൗൺ ടൈം ഒന്നും പാടില്ല. അതുപോലെ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് റോൾ ബാക്ക് ചെയ്യുകയും വേണം. അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മളെന്താ ചെയ്യേണ്ടത്? ഡിപ്ലോയ് ദ അപ്ഡേറ്റ് ആസ് എ ന്യൂ വേർഷൻ. നമ്മൾ ഇനി ഡിപ്ലോയ് ചെയ്യേണ്ടത് ഒരു ന്യൂ വേർഷനായിട്ട് ഡിപ്ലോയ് ചെയ്യുക. ആൻഡ് മൈഗ്രേറ്റ് ട്രാഫിക് ഫ്രം കറണ്ട് വേർഷൻ ടു ദ ന്യൂ വേർഷൻ. ദിസ് മേക്ക് ഷുവർ നോ ഡൗൺ ടൈം ആൻഡ് യു ക്യാൻ റോൾ ബാക്ക് ആസ് സൂൺ ആസ് പോസിബിൾ. നമുക്ക്
ന്യൂ വെർഷനായിട്ട് ഡിപ്ലോയ് ചെയ്തിട്ട് ട്രാഫിക്കിനെ ഈ ന്യൂ വെർഷനിലോട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഓൾഡ് വെർഷനിലോട്ട് നമുക്ക് റോൾ ബാക്ക് ചെയ്യാം. അപ്പോൾ ഡൗൺ ടൈം ഒന്നും ഉണ്ടാവത്തില്ല. അതാണ് എൻ്റെ ആൻസർ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. You have created a Kubernetes deployment called deployment A with 3 replicas on your cluster. Another deployment called deployment B needs access to deployment A. You can expose deployment A outside of the cluster. What should you do? Okay, deployment A ഉണ്ട്, deployment B ഉണ്ട്. deployment A നെ നമുക്ക് ക്ലസ്റ്ററിന് ഔട്ട്സൈഡിലോട്ട് എക്സ്പോസ് ചെയ്യണം. എന്ത് ചെയ്യണം? Create a service of type cluster IP for deployment A. Have deployment B use the service IP address. Next question. You need to estimate annual cost of running a BigQuery query that is scheduled to run nightly. What should you do? അന്നേരം നമുക്ക് ഇവിടെ പ്രൈസ് എസ്റ്റിമേറ്റ് എന്ന് പറയുമ്പോൾ തന്നെ പ്രൈസിങ് കാൽക്കുലേറ്റർ എന്നുള്ള കാര്യം ഓർത്ത് വെച്ചാൽ മതി. BQ query dry run to determine the number of bytes read by the query. Use this number in pricing calculator. അപ്പം ഈ കമാൻഡ് BQ query dry run എന്നുള്ള കമാൻഡ് റൺ ചെയ്യുമ്പോൾ നമുക്ക് എത്ര നമ്പർ ഓഫ് ബൈറ്റ്സ് ഈ ക്വറി റൺ ചെയ്യാൻ വേണം എന്നറിയാം. ആ നമ്പർ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പ്രൈസിങ് കാൽക്കുലേറ്ററിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്ര രൂപയാകും എന്നുള്ളത് എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റും.